കംപ്ലീറ്റ്ലി ഞാൻ ലൈഫിൽ സംസാരിക്കാത്ത രീതിയിലും ഇടാത്ത ഡ്രസ്സുകളൊക്കെ ഇട്ടാണ് ഞാൻ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പം മൊത്തത്തിൽ ഞാനിങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ ഉഫ് ഇങ്ങനെയൊക്കെ എന്നെ ആക്കിയിട്ടാണല്ലോ ഞാൻ അഭിനയിക്കുന്നത് പറഞ്ഞ് ഞാൻ ഓരോ ദിവസം ഇറങ്ങണം. ഇത് ഞാനല്ല. സോ ഡെഫിനറ്റ്ലി ഒരു ChatGPT ആണ് ഇവർ രണ്ടുപേരും അല്ലേ? എന്നോട് ചോദിക്കാൻ കൃത്യമായിട്ടുള്ള ഉത്തരം പെട്ടെന്ന് തരും. ഇത് നമ്മൾ സന്ദീപ് പറഞ്ഞ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചിട്ട് ഡയറക്ടർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ എന്നുള്ളതിലേക്ക് ഞങ്ങളും പോകും. ഏകദേശം തീരുമാനം അപ്പൊ തന്നെ കിട്ടി. അപ്പൊ അങ്ങേരെ ആലോചിക്കണം, അങ്ങേരെ റൈറ്റർ വിളിച്ചിട്ട് എല്ലാം ഇതിങ്ങനെ പറഞ്ഞോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടെറൈൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ ഒരു നെറേറ്റീവ് സ്റ്റൈലുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനിപ്പം അങ്ങനത്തെ സിനിമകളുടെ ഭാഗമായി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഞാൻ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏത് ഡയലോഗ് വേണം എങ്ങനെ വേണം പറയാം എന്നുള്ളൊരു സ്റ്റേജിലാണല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കൃത്യമായിട്ടുള്ള ഡയലോഗുകൾ ചില മീറ്ററുകളിലൊക്കെ സംസാരിക്കണം. അതേപോലെ വേഷമാണെങ്കിലും കംപ്ലീറ്റ്ലി ഞാൻ ലൈഫിൽ സംസാരിക്കാത്ത രീതിയിലും ഇടാത്ത ഡ്രസ്സുകളൊക്കെ ഇട്ടാണ് ഞാൻ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പം മൊത്തത്തിൽ ഞാനിങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ ഉഫ് ഇങ്ങനെയൊക്കെ എന്നെ ആക്കിയിട്ടാണല്ലോ ഞാൻ അഭിനയിക്കുന്നത് പറഞ്ഞ് ഞാൻ ഓരോ ദിവസം ഇറങ്ങണം. ഇത് ഞാനല്ല. ഞങ്ങൾ ആരും ഞങ്ങളെ തന്നെ അങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഇതുവരെ സ്വയമേ കണ്ടിട്ടില്ല. അല്ല അത് വേഷം, ഇത് ജസ്റ്റ് നോട്ട് യുവർ കോസ്റ്റ്യൂമിങ് ഓഫ് ദ തിങ്, ആ ഹോൾ ബോഡി ലാംഗ്വേജ് മാനറിസംസ് എല്ലാം ഇപ്പം മാറും. അത് നമുക്ക് എല്ലാവർക്കും ആക്ടേഴ്സ് വി ആർ ജസ്റ്റ് യുനോ ക്രേവിംഗ് ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനത്തെ മാസ്റ്റർ ഫിലിം മേക്കേഴ്സ് അത് തരുമ്പോൾ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ ഡ്രസ്സാണ്. നമ്മൾ എന്തിടുന്നോ നമ്മൾ അതിലേക്ക് അതായി മാറും. നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, നമുക്ക് തരുന്ന കോസ്റ്റ്യൂം. ലുക്ക് അല്ല അത് ഇടുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറും. നമ്മളിപ്പോ ഒരു ലുങ്കി എടുത്ത ഒരാളാണെങ്കിൽ അയാൾ ഇരിക്കുന്ന രീതി വേറെയാണ്, വെള്ളം കൊണ്ടെടുത്ത് വരുന്ന ഒരാൾ ഇരിക്കുന്ന രീതി വേറെയാണ്. അപ്പം ആ ഒരു വ്യത്യാസങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് ഉള്ളിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ സോലേക്ക് ഇങ്ങനെ ഭയങ്കര രസമായിട്ടുള്ള, അതായത് ആ ഒരു കാലഘട്ടമാണല്ലോ പറയുന്നത്, അതിലേക്ക് ഈ പ്രസന്റ് അല്ലല്ലോ പറയുന്നത്. അപ്പം ആ കാലത്തുള്ള അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമൊക്കെ വരുമ്പോൾ നമ്മൾ ഇന്നേ വരെ ഇട്ടിട്ടില്ല, ജീവിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, എങ്ങനെയായിരിക്കും ആ സമയത്ത് എന്നുള്ളത്. എനിക്ക് ന്യൂ ആണ് എക്സ്പീരിയൻസ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു പുതിയൊരു സാധനം പെർഫോം ചെയ്യുന്നതിൻ്റെ ഒരു ത്രില്ല് പാരലി പോകുന്നുണ്ടെങ്കിലും നമുക്ക് ഡെഫിനറ്റ്ലി ചെയ്യാത്തത് കാരണം ഒരു ഇൻഹിബിഷൻസ് ഉണ്ടാവും. ഇത് കറക്റ്റാണോ, ഇതിങ്ങനെ ആയിരിക്കുമോ പോവുക, ഇത് ശരിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അവിടെയാണ് ഈ പറയുന്ന ടീമിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ബാഹുലേട്ടനും രഞ്ജിത്തേട്ടനും അവർക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട്. അത് ഡെഫിനറ്റ്ലി അവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളൊരു ഡൗട്ട് ചോദിക്കുമ്പോൾ അവർ ഡെഫിനറ്റ്ലി ഓക്കെ ഒന്ന് ആലോചിക്കട്ടെ എന്നുള്ള സാധനമില്ല, ഇല്ലടാ അത് ഇതിങ്ങനെ ഇത്രേ ഉള്ളൂ. അവർക്ക് ഓൾറെഡി കൃത്യമായിട്ട് ഐഡിയ ഉണ്ട്. നമുക്ക് ആ ടൈം അങ്ങനെ വേസ്റ്റ് ആവുന്നില്ല. സോ ഡെഫിനറ്റ്ലി ഒരു ChatGPT ആണ് ഇവർ രണ്ടുപേരും അല്ലേ? എന്നോട് ചോദിക്കാൻ കൃത്യമായിട്ടുള്ള ഉത്തരം പെട്ടെന്ന് തരും. അപ്പോൾ അല്ല, കാരണം അവർക്ക് അവരുടെ സ്ക്രിപ്റ്റ് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റിയാണ് ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ സുഖമായുള്ള കാര്യം. കാരണം ഇത് നമ്മൾ സന്ദീപ് പറഞ്ഞ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചിട്ട് ഡയറക്ടർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ എന്നുള്ളതിലേക്ക് ഞങ്ങളും പോകും. ഏകദേശം തീരുമാനം അപ്പൊ തന്നെ കിട്ടി. അപ്പൊ അങ്ങേരെ ആലോചിക്കണം, അങ്ങേരെ റൈറ്റർ വിളിച്ചിട്ട് എല്ലാം ഇതിങ്ങനെ പറഞ്ഞോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. ഇത് ആ ഡയലോഗിൽ എന്താണെങ്കിലും അത് ക്യാമറയുടെ അപ്പുറത്തേക്ക് പോകുന്നില്ല, അത് അവിടെ നിന്ന് കട്ട് ചെയ്യും. അങ്ങനെയാണ് റൈറ്റർ, അങ്ങനെ അത് അവിടുന്ന് കട്ട് ചെയ്യും. പെർഫോമൻസിന്റെ കാര്യവും അത് എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ അത് അവിടുന്ന് വരും. ചേട്ടാ നമുക്ക് ഒന്നും കൂടി പോവാം എന്നുള്ളതൊക്കെ അവര് തമ്മിലാണ്. ഈ വിനീതേട്ടൻ പറഞ്ഞ ഇത് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടുമാണ്. ഓക്കെ സെറ്റ് ഞങ്ങൾ ചെയ്തോളാം. കാരണം നമ്മള് അതിന്റെ മേലൊന്നും പറയേണ്ട ആവശ്യമില്ല. അവർ എഴുതി വെച്ചതിന്റെ മേലോട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. അവര് സമ്മതിക്കൂല. നമുക്ക് കയ്യിലിട്ടിട്ട് അല്ല അത് വേണ്ടത് തന്നെ. ഈ ബാഹുൽ എന്ന് വെച്ചാൽ ഭയങ്കര സ്വീറ്റ് സ്മൈലാ, അലിഞ്ഞു പോകുന്നതാണ്. അകത്തൊരു ഭയങ്കര ഒരു ബേബി ഫേസ്. അതെ അലിയിപ്പിച്ച കളയും. അല്ല പക്ഷെ ആ ടഫ്നെസ് ഓഫ് ദാറ്റ് ആ കൺവിക്ഷൻ ആണ്. അത് ഈ സ്വീറ്റ്നെസ്സോട് കൂടി തന്നെയാണ് നെഗേറ്റ് ചെയ്യാം. അത് വേണ്ടതല്ല, അത് ശരിയായിട്ടാണത്. ഒരിക്കലും നെവർ സീ ബാഹുൽ ഫ്രൗണിങ്. അതേ ചീറ്റ് നമ്മളെന്തെങ്കിലും
ഇങ്ങനെ അങ്ങോട്ട് പറയുമ്പോഴേ നമുക്കിങ്ങനെ ചിലപ്പോൾ നമ്മളെ കൺഫ്യൂസ്ഡ് ആയിട്ട് അടിച്ചിരിക്കും. കാരണം ഇതിങ്ങനെ ചെയ്യണോ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ പറയണോ എന്നുള്ള. അപ്പം ബാഹുലിനോട് അത് ഇങ്ങനെ പറയട്ടെ, ഇങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ ബാഹുൽ ഇങ്ങനെ ചിരിച്ചിങ്ങനെ നോക്കിയതിന് വേണ്ടട്ടാ ചേട്ടാ ഇത് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇത് ഇങ്ങനെ പിടിച്ചാൽ മതി, ഇത് പറഞ്ഞാൽ മതി എന്ന് പറയാ. അച്ഛനും വിടൂല. പക്ഷെ ക്രൂനൊക്കെ മൂപ്പരുടെ വേറൊരു സൈഡ് ഇങ്ങനെ ഇടക്കിടക്ക് ഇടക്കിടക്ക് അത് വരും. എത്ര ഒച്ചയൊക്കെ നേരമായി ചോദിക്കുന്നു. ക്യൂട്ട്. ആ ദേഷ്യം പിടിക്കുമ്പോഴും നമുക്ക് രണ്ട് ഞാൻ പിടിച്ചിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴേ ബാഡ് വേർഡ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും ബാഡ് വേർഡ് കൊരങ്ങൻ എന്നൊക്കെ ആയിരിക്കും. ഇവിടെ കൊരങ്ങ അങ്ങോട്ട് മാറി വെക്കടാന്നൊക്കെ പറയത്തുള്ളൂ. അത്രേ ഒരു എത്ര നേരം പറയുന്നത്.